ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഭൃംഗ സന്ദേശം എന്നുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മലയാളം മത്സര പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, എല്ലാ സിലബസിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സന്ദേശകാവ്യങ്ങൾ. സന്ദേശകാവ്യങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഭൃംഗ സന്ദേശം. അപ്പൊ എന്താണ് ഇതര സന്ദേശകാവ്യങ്ങളിൽ നിന്ന് ഭൃംഗ സന്ദേശത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ വ്യത്യസ്തത? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. അപ്പൊ ഭൃംഗ സന്ദേശത്തെ പറ്റി എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ കൃത്യമായിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എടുത്ത് എല്ലാവരും പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാ ക്ലാസ്സും നമ്മൾ ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും, അല്ലെ? അപ്പൊ എന്തിനാണ് അത്തരത്തിൽ ചോദ്യങ്ങൾ ആദ്യമേ തന്നെ പ്ലേസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിഷയത്തെ കുറിച്ചിട്ട്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഭൃംഗ സന്ദേശത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അപ്പൊ നോക്കൂ, ഭൃംഗ സന്ദേശത്തെ മുൻനിർത്തി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഭൃംഗ സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിൽ ആണ്? ഓപ്ഷൻ എ കവനോദയം, ഓപ്ഷൻ ബി ഭാഷാഭൂഷണി, ഓപ്ഷൻ സി രസികരഞ്ജിനി, ഓപ്ഷൻ ഡി വിദ്യാവിനോദിനി. നമുക്ക് പരിചിതമായിട്ടുള്ള 4 മാസികകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ ഏതിലാണ് ഭൃംഗ സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നോട്ടിന്റെ സൈഡിൽ എഴുതി വെക്കണം. നോട്ട് എഴുതേണ്ട കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. വീഡിയോ കണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കാവുന്നതാണ്. നോട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുള്ള സന്ദേശകാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നോട്ട് കൂടി നിങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭൃംഗ സന്ദേശം. കൊല്ലവർഷം 1069 മീനം ലക്കം കവനോദയത്തിൽ ഭൃംഗ സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഭൃംഗ സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് എന്നുള്ള ചോദ്യം തുടക്കത്തിൽ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടിരുന്നു. ഏത് മാസികയിലാണ്? കവനോദയത്തിലാണ്. ഇനി ഏത് വർഷം? കൊല്ലവർഷം 1069. ഈ കൊല്ലവർഷത്തെ നമ്മുടെ നോർമൽ ഇയറിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റുക? കൊല്ലവർഷത്തിന്റെ കൂടെ 825 കൂട്ടിയാൽ മതിയാകും. അപ്പൊ 1894 മീനം ലക്കം കവനോദയത്തിലാണ് ഭൃംഗ സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഈ കാവ്യം ഭൃംഗ സന്ദേശം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ലക്കമായിരുന്നു കവനോദയത്തിന്റെ 1894 മീനം ലക്കം എന്ന് പറയുന്നത്. അതായത് ആ ലക്കത്തിൽ മുഴുവനായിട്ട് എന്ത് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്? ഭൃംഗ സന്ദേശം തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാന്റെ കൽപ്പന പ്രകാരം നാദാപുരം ജനരഞ്ജിനി അച്ചുകൂടത്തിൽ നിന്നും ടി കേളുക്കുറുപ്പാണ് ഈ പ്രസിദ്ധീകരണം നിർവഹിച്ചത്. പോയിന്റുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാന്റെ കൽപ്പന പ്രകാരം നാദാപുരം ജനരഞ്ജിനി അച്ചുകൂടത്തിൽ നിന്നും ടി കേളുക്കുറുപ്പാണ് ഈ പ്രസിദ്ധീകരണം നിർവഹിച്ചത്. 1971 തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിൽ പ്രൊഫസർ CK മൂസദ് എഴുതിയ ലേഖനം വന്നതോടുകൂടിയാണ് ഭൃംഗ സന്ദേശം പൊതുജന ശ്രദ്ധയിൽ വീണ്ടും പെടുന്നത്. അപ്പൊ ഈ കവനോദയത്തിൽ ഈ കൃതി മുഴുവനായിട്ട് പ്രസിദ്ധീകരിച്ചു എങ്കിൽ പോലും വേണ്ടത്ര ശ്രദ്ധ ഇത് പിടിച്ചു പറ്റിയിട്ടില്ല. കാരണം ഒരു മാസികയുടെ ഒരു ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതിയാണ്. ആ മാസിക അന്നത്തെ കാലത്ത് 1894 കാലത്ത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പ്രചാരത്തിലുള്ള ഒരു മാസിക ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭൃംഗ സന്ദേശം വേണ്ടത്ര സാഹിത്യ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. പിന്നീട് 1971 തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിലെ പ്രൊഫസർ CK മൂസദ് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഈ ലേഖനം മുഖേനയാണ് ഭൃംഗ സന്ദേശം പൊതുജന ശ്രദ്ധയിൽ വീണ്ടും എത്തുന്നത്. ഭൃംഗ സന്ദേശവുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങളാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഒന്ന്, ഭൃംഗ സന്ദേശത്തിന് പ്രൊഫസർ CK മൂസദ് ഒരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ട് പേജ് ആണ്. മറ്റൊന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, 1894 മീനലക്കം കവനോദയത്തിലാണ് ഭൃംഗ സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്.
വേണ്ടത്ര സഹൃദയ ശ്രദ്ധ അക്കാലത്ത് ഭൃംഗ സന്ദേശത്തിന് കിട്ടിയില്ല. പിന്നീട് 1971 തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിലെ പ്രൊഫസർ CK മൂസത് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നത്. ഭൃംഗ സന്ദേശത്തെ പറ്റി വീണ്ടും കാവ്യഭംഗിയും ചരിത്ര പ്രസിദ്ധിയും എന്നുള്ളതായിരുന്നു ആ ലേഖനത്തിന്റെ ടൈറ്റില്. എഴുതിയത് ആരാണ്? CK മൂസതാണ്. അപ്പൊ അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത്. കടത്തനാട്ടിൽ നിന്നും കിട്ടിയ കവനോദയത്തിന്റെ ഒരു പ്രതി വെച്ചുകൊണ്ടാണ് പ്രൊഫസർ മൂസത് ഈ ലേഖനം എഴുതിയത്. അപ്പൊ ലേഖനത്തിന്റെ ടൈറ്റിലൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. യെസ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് 1973 CK മൂസത് ഭൃംഗ സന്ദേശത്തിന്റെ പുതിയൊരു പതിപ്പ് പ്രകാശനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം വ്യാഖ്യാനമടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഭൃംഗ സന്ദേശത്തിന്റെ കവി ആരാണ്? ഇനി നമ്മൾ കൃതിയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആര്, എന്ന്, എപ്പോൾ, എവിടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഭൃംഗ സന്ദേശത്തിന്റെ കവി ആരാണ്? അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛൻ എന്നൊരാളാണ് ഭൃംഗ സന്ദേശത്തിന്റെ കർത്താവ് എന്നുള്ളത് കവനോദയ മാസിക തന്നെ നമുക്ക് സൂചന തരുന്നുണ്ട്. അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛൻ എഴുതിയ സന്ദേശ കാവ്യമാണ് ഏത്? ഭൃംഗ സന്ദേശം. ഇനി കാവ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഭൃംഗ സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഭൃംഗ സന്ദേശം 2 ആശ്വാസങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കൃതിയിൽ തന്നെ ആശ്വാസം എന്നുള്ള വേർഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഇവിടെ പറയുന്നത്. CK മൂസത് നൽകിയിരിക്കുന്ന വ്യാഖ്യാനത്തിലും ആശ്വാസങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൃംഗ സന്ദേശം 2 ആശ്വാസങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പ്രഥമ ആശ്വാസത്തിൽ 72ഉം ദ്വിതീയ ആശ്വാസത്തിൽ 79ഉം ശ്ലോകങ്ങൾ വീതം അടങ്ങിയിരിക്കുന്നു. ശ്രദ്ധര വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഏത് കാവ്യം? ശ്രദ്ധര വൃത്തത്തിൽ രചിച്ചിട്ടുള്ള കാവ്യമാണ് ഭൃംഗ സന്ദേശം. വിപ്രലംബ ശൃംഗാരമാണ് അങ്കിയായ രസം. അങ്കിയായ രസം ഏതാണ്? വിപ്രലംബ ശൃംഗാരമാണ്. ഗോകർണം മുതൽ തിരുവനന്തപുരം വരെയുള്ള വർണ്ണനയാണ് ഭൃംഗ സന്ദേശത്തിലുള്ളത്. ഗോകർണം മുതൽ തിരുവനന്തപുരം വരെയുള്ള വർണ്ണന കാണുന്ന സന്ദേശകാവ്യം ഏതാണ്? ഭൃംഗ സന്ദേശമാണ്. ഭൃംഗം ആരുടെ കയ്യിലാണ് സന്ദേശം കൊടുത്തയക്കുന്നത്? വണ്ടിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പോ ശ്രദ്ധര വൃത്തത്തിലാണ് കാവ്യം രചിച്ചിരിക്കുന്നത് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് ആ പോയിന്റ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ സന്ദേശകാവ്യങ്ങളുടെ വൃത്തം ഏതാണ് എന്നുള്ളത്. ഏതാണ് വൃത്തം? പഠിച്ചതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ. മന്ദാക്രാന്ത വൃത്തമാണ് സന്ദേശകാവ്യങ്ങളുടെ വൃത്തം. ഉണ്ണുനീലി സന്ദേശവും എല്ലാം രചിച്ചിരിക്കുന്നത് ഏത് വൃത്തത്തിൽ തന്നെയാണ്? മന്ദാക്രാന്ത വൃത്തത്തിൽ തന്നെയാണ്. അപ്പൊ ഇതര സന്ദേശകാവ്യങ്ങളിൽ നിന്നും വിഭിന്നമായി അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛൻ എഴുതിയ ഗോകർണം മുതൽ തിരുവനന്തപുരം വരെ വർണ്ണിക്കുന്ന ഭൃംഗ സന്ദേശം രചിച്ചിരിക്കുന്നത് ഏത് വൃത്തത്തിലാണ്? ശ്രദ്ധര വൃത്തത്തിലാണ്. അപ്പൊ മന്ദാക്രാന്ത വൃത്തങ്ങളിൽ നിന്ന് വിഭിന്നമായി ശ്രദ്ധര വൃത്തത്തിൽ രചിച്ചിരിക്കുന്ന സന്ദേശകാവ്യം ഏതാണ്? അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛന്റെ ഭൃംഗ സന്ദേശമാണ്. ഭൃംഗ സന്ദേശം, ശ്രദ്ധര വൃത്തം. ഇനി എല്ലാ സന്ദേശകാവ്യങ്ങളിലും കാണുന്നത് പോലെ വിപ്രലംബ ശൃംഗാരമാണ് അങ്കിയായിട്ടുള്ള രസം. ഗോകർണം മുതൽ തിരുവനന്തപുരം വരെയുള്ള വർണ്ണന കാണുന്നു. പരശുരാമ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വർണ്ണന ഭൃംഗ സന്ദേശത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഗോകർണം മുതൽ വൈക്കം വരെയുള്ള നാടുകളെ പറ്റിയിട്ട് വിശദമായി തന്നെ കൃതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ വരികളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗോകർണം മുതൽ വൈക്കം വരെ വിശദമായി വർണ്ണിച്ചതിന് ശേഷം ശേഷിച്ച ഭാഗം പിന്നെ 5-6 നാടും നഗരവും അതിവേഗേന പിന്നിട്ടു ചെന്നാൽ എന്ന് ഒറ്റ ലൈനിൽ ചുരുക്കിയിരിക്കുന്നു. അപ്പൊ ഗോകർണം മുതൽ വൈക്കം വരെ വിശദീകരിച്ച് പറയുകയും പിന്നീട് ഒരൊറ്റ ലൈനില് 5-6 നാടും നഗരവും അതിവേഗേന പിന്നിട്ട് ചെന്നാൽ എന്ന് സംക്ഷേപിച്ചിരിക്കുകയും ചെയ്യുന്നു. പിന്നെ വർണ്ണിക്കുന്നത് ഏതിനെ കുറിച്ചിട്ടാണ്? തിരുവനന്തപുരത്തിനെ കുറിച്ചിട്ട് ആണ്. അപ്പൊ കാവ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ശ്രദ്ധര വൃത്തത്തിൽ രചിച്ചിരിക്കുന്ന സന്ദേശകാവ്യം ഏതാണ്? മന്ദാക്രാന്ത വൃത്തത്തിൽ അല്ലാതെ രചിച്ചിരിക്കുന്ന സന്ദേശകാവ്യം ഏതാണ്? അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛന്റെ ഭൃംഗ സന്ദേശമാണ്. ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? കവനോദയത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ഭൃംഗ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലെ. ഇതര സന്ദേശകാവ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഭൃംഗ സന്ദേശം രചിച്ചിരിക്കുന്നത് ഏത് വൃത്തത്തിലാണ്? ശ്രദ്ധര വൃത്തത്തിലാണ്. മറ്റ് സന്ദേശകാവ്യങ്ങളെല്ലാം തന്നെ മന്ദാക്രാന്ത വൃത്തത്തിലാണ് വിരചിതമായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് ഈ വിരഹവും സന്ദേശം കൊടുത്തയക്കുന്നതും ഒക്കെ തന്നെ വെറും ഒരു സ്വപ്നമാണ് എന്നുള്ളത്. സ്വപ്നത്തിലാണ് കഥ നടക്കുന്നത്. അപ്പൊ ഇതിവൃത്തം ഈ സന്ദേശകാവ്യത്തിന്റെ ഇതിവൃത്തം എന്താണെന്ന് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സുന്ദരിയും യുവതിയുമായ നായികയെ വിധി വൈപരീത്യം കൊണ്ട് മാത്രം വേർപ്പെടേണ്ടി വന്ന നായകൻ എങ്ങനെയോ ഗോകർണത്തെത്തുന്നു. അപ്പൊ ഗോകർണത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് എന്തയക്കുന്നത്? സന്ദേശം അയക്കുന്നത്. അവിടെ അങ്ങനെ വിയോഗമതിതനായി കഴിയുന്ന കാലത്ത്, പ്രിയതമയെ പിരിഞ്ഞ ദുഃഖത്തിൽ കഴിയുന്ന കാലത്ത് അയാൾക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഒരു ഭൃംഗത്തെ അയാൾ സ്വപ്നത്തിൽ കണ്ടുമുട്ടുകയാണ്. തിരുവനന്തപുരത്ത് സ്വഗൃഹത്തിൽ വിരഹിതയായി കഴിയുന്ന തന്റെ നായികയ്ക്ക്
സന്ദേശം അറിയിച്ച് അവളെ ആശ്വസിപ്പിക്കണമെന്ന് ആ ഭൃംഗത്തോട് നായകൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഭൃംഗം എന്ന് പറയുന്നത് സാധാരണ ഒരു വണ്ടൊന്നല്ല ട്ടാ. സർവാതിശയായ ഗുണങ്ങളുള്ള ഒരു ഭൃംഗത്തെയാണ് നായകൻ സ്വപ്നത്തിലെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഭൃംഗത്തെ കണ്ടുമുട്ടിയിട്ട് ദീനാനുകമ്പിയായ ആ ഭൃംഗത്തോട് നായകൻ അപേക്ഷിക്കുകയാണ്, തിരുവനന്തപുരം വരെ പോകണം, പ്രേയസിയൊത്തു പോയാൽ മതിയാകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. ഇപ്പോ പല സന്ദേശ കാവ്യങ്ങളിലും പല രീതിയിൽ സന്ദേശങ്ങൾ കൊടുത്തയക്കുന്നുണ്ട്. മനുഷ്യന് തന്നെ സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്, വണ്ടിന്റെ കയ്യില്, കബോധത്തിന്റെ കയ്യില്, ചക്രവാകത്തിന്റെ കയ്യിലൊക്കെ സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും തന്റെ ഇണയെയും കൂട്ടി പോകാനായിട്ട് ഈ സന്ദേശം കൊടുത്തയക്കുന്ന ആള് പറയുന്നില്ല, നായകൻ പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ നായകൻ എന്താണ് പറയുന്നത്? തിരുവനന്തപുരം വരെ ഒന്ന് പോകണം, പ്രേയസിയുമൊത്തു പോയാൽ മതിയാകും. അപ്പൊ ഇവിടെ വിരഹം എന്ന് പറയുന്നത് മനുഷ്യനായ തനിക്ക് മാത്രമല്ല ഈ രണ്ടിനും കൂടി ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, പ്രേയസിയുമൊത്തു പോയാൽ മതിയാകും എന്ന് വണ്ടിനോട് പറയുന്നത്. അതായത് വണ്ടിന്റെ ഇണയെയും കൂടി കൂട്ടിയിട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പൊ അവിടെ ചെന്നിട്ട് നായികയെ തന്റെ സന്ദേശം അറിയിക്കണം, വിരഹാർത്ഥിയായി കഴിയുന്ന അവളെ അങ്ങനെ മരണത്തിൽ നിന്ന് നീ രക്ഷിക്കണമെന്ന് വണ്ടിനോട് പറയുകയാണ്. എന്നിട്ട് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഗോകർണം മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർഗവും അവിടെ എത്തിയാൽ നായികാഗൃഹം കണ്ടുപിടിക്കുന്നതിനുള്ള അടയാളങ്ങളും ഭൃംഗത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയുമാണ് ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി ഭൃംഗ സന്ദേശത്തിൽ ഈ ഗോകർണം മുതൽ തിരുവനന്തപുരം വരെ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കണം. ഗോകർണ ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, തൃച്ചംബരത്ത് പെരുമാളുടെ കൊടിച്ചെഴുന്നള്ളത്ത് എന്നുള്ള ചടങ്ങ്, കണ്ണൂരിനടുത്തുള്ള ഉർപ്പശിക്കാവ്, തലശ്ശേരി ശ്രീരാമക്ഷേത്രം, കോഴിക്കോട്, തൃശ്ശൂര്, വൈക്കം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ പരാമർശിച്ചു പോകുന്ന കാവ്യമാണ് ഭൃംഗസന്ദേശം എന്ന് പറയുന്നത്. ഭൃംഗസന്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരു ട്രോളിന്റെ രൂപത്തിൽ നമുക്ക് പഠിക്കാം. ഈ ഒരു സിനിമ പുലിവാൽ കല്യാണത്തിലെ ഈ ഒരു സീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെയധികം ഹൈ ലെവലിലുള്ള എക്സിക്യൂട്ടീവ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗില് എന്തോ ഒരു കാരണം കൊണ്ട് ജഗതിക്ക് വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിൽ പോയിരിക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് വേറിട്ട് നിൽക്കുകയാണ്. അത് തന്നെയല്ലേ ഭൃംഗസന്ദേശത്തിനും വരുന്ന ഇതര സന്ദേശ കാവ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഭൃംഗസന്ദേശം. എന്താണ് ആ വ്യത്യസ്തത? ഒന്നാമത്തെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഭൃംഗസന്ദേശത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധര വൃത്തമാണ്. ഇതര സന്ദേശ കാവ്യങ്ങളിലെല്ലാം മന്ദാക്രാന്ത വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ റിയാലിറ്റി ആണ് എങ്കിൽ ഭൃംഗസന്ദേശത്തിൽ വിരഹവും സന്ദേശം കൊടുത്തയക്കുന്നതും എല്ലാം തന്നെ വെറും ഒരു സ്വപ്നമായി മാത്രമാണ് ഒതുങ്ങുന്നത്. ഇതാണ് ഭൃംഗസന്ദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ട്രോളിലൂടെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ വേറെ എന്ത് നിങ്ങൾ പറഞ്ഞാലും ഈ ഒരു ചിത്രം ക്ലാസ്സിൽ കണ്ടത് നിങ്ങൾ ആരും മറക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഇതര സന്ദേശ കാവ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭൃംഗസന്ദേശത്തിൽ ശ്രദ്ധര വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൃംഗസന്ദേശത്തിലെ പ്രധാനപ്പെട്ട വരികൾ നോക്കാം. ഭൃംഗസന്ദേശം ആരംഭിക്കുന്നത് തന്നെ ആദ്യ വരി തന്നെ നായികയെ വർണ്ണിച്ചുകൊണ്ടാണ്. നീലക്കാർ വേണിയാളിൻ കുതുകിന പെരുത മേഘനെ ngേ കഥാതൻ എന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ നീലക്കാർ വേണിയാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലമേഘം പോലെ ഇരുണ്ട ചുരുൾമുടി ഉള്ളവൾ എന്ന് നായികയെ വർണ്ണിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. സുന്ദരിയും യുവതിയുമായ പ്രിയതമയോടൊത്ത് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്നതായി പണ്ടൊരാൾ സ്വപ്നം കണ്ടു. കാലേ സ്വപ്നത്തിൽ ഉൾത്താരിൽ വെലും ഒരു ഭൃംഗത്തിനെ കണ്ടു ചൊന്നാൻ എന്നാണ് പറയുന്നത് അല്ലെ. പണ്ടൊരാൾ സ്വപ്നം കണ്ടു, ദുഃഖ നിവൃത്തിക്കായിട്ട് തന്റെ സന്ദേശം പ്രിയതമയിൽ എത്തിക്കാനായിട്ട് ഒരു ഭൃംഗത്തെ ഭാരമേൽപ്പിക്കുന്നു. അപ്പൊ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ആദ്യ വരികളിൽ തന്നെ ആര് പറഞ്ഞു വെക്കുന്നുണ്ട്? അപ്പാട് വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ എന്ന ഭൃംഗസന്ദേശത്തിന്റെ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? ആരംഭം എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെ വരാം, നീലക്കാർ വേണിയാളിൽ കുതുകിന പെരുത എന്ന് ആരംഭിക്കുന്ന സന്ദേശകാവ്യം ഏതാണ്? അല്ലെങ്കിൽ കാലേ സ്വപ്നത്തിൽ ഉൾത്താരിൽ വെലും ഒരു ഭൃംഗത്തിനെ കണ്ടു ചൊന്നാൽ. അപ്പൊ ഏതാണ് സ്വപ്നമാകുന്നത്? എല്ലാതും വിരഹവും അതുപോലെ സന്ദേശം അയക്കുന്നതൊക്കെ വെറും ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന സന്ദേശകാവ്യം ഏതാണ്? ഭൃംഗ സന്ദേശമാണ്. അപ്പൊ വരികളൊക്കെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പൊ ഇതാണ് ഭൃംഗസന്ദേശത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വർണ്ണനകളുടെ വരികളൊന്ന് നമുക്ക് നോക്കി വെക്കാം. അതിവിശേഷമായിട്ടുള്ള ഒരു മൂകാംബിക വർണ്ണന ഭൃംഗസന്ദേശത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കൊല്ലൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി ഒരു വീരഭദ്ര പ്രതിഷ്ഠയുണ്ട്. ദേവി ദർശനം കഴിഞ്ഞ് വീരഭദ്രനെ ദർശിച്ചുകൂടൂ. ആദ്യം വീരഭദ്രനെ കണ്ടാൽ അവർക്കൊക്കെ മാറ്റിത്തം പിണയും എന്നാണ് പറയുന്നത്.
അപ്പൊ ആ ഒരു വർണ്ണനയാണ് എവിടെ കാണുന്നത്? ഈ വരികളില് കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ദീർഘമായിട്ടുള്ള മൂകാംബിക വർണ്ണന കാണുന്ന കാവ്യം ഏതാണ്? ഭൃംഗസന്ദേശം ആണ്. അടുത്തത് കൊച്ചി വർണ്ണനയാണ്. പൊക്കത്തിൽ ഭംഗിയോടെ വെളുവെളെ വിലസിക്കാണും ആ സൗധമെല്ലാം ചെൽക്കൊള്ളും കൊച്ചി രാജ്യത്തിനു രചിതമലങ്കാരമായുതല്ലോ. അപ്പൊ കൊച്ചിയിൽ കാണുന്ന വലിയ വലിയ സൗധങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൊച്ചി വർണ്ണന കാണുന്ന കാവ്യം ഏതാണ്? ഭൃംഗസന്ദേശമാണ്. ഇനി ഭൃംഗസന്ദേശത്തിലെ അവസാന വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്വാതന്ത്ര്യം എടുത്ത് സവിസ്തരം കാര്യങ്ങൾ പറയാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന് നിന്നോട് തോന്നിപ്പോയ സൗഹൃദം. ആരോട്? വണ്ടിനോട് തോന്നിപ്പോയ സൗഹൃദം. രണ്ട് നിന്റെ ആശ്രിത വാത്സല്യം. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നായികയെ കാര്യമറിയിച്ച് ദർശനം വരുത്തണം. ഇത്തരത്തില് സ്വപ്നത്തിൽ ഒരു ഭൃംഗത്തോട് പലതും അഭ്യർത്ഥിക്കുകയും പെട്ടെന്നുണർന്നപ്പോൾ താൻ പത്നി സമേതനാണ്, ശയ്യാഗൃഹത്തിലാണെന്ന സത്യം ബോധ്യമാവുകയും ചെയ്യുന്നു. ദുഃഖം ആനന്ദമായി മാറുന്നു. ഇങ്ങനെയാണ് എന്താ അവസാനിക്കുന്നത്? ഭൃംഗസന്ദേശം അവസാനിക്കുന്നത്. അപ്പൊ ഭൃംഗസന്ദേശത്തിലെ തുടക്കവും അവസാനവും നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട മൂകാംബിക വർണ്ണനയും കൊച്ചി വർണ്ണനയും നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾ ഭൃംഗസന്ദേശം ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതിന്റെ എന്താണ് സ്കാൻഡ് പ്രിന്റ് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അത്തരത്തിൽ വായിച്ചിട്ടാണ് ഈ വരികളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഭൃംഗസന്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നല്ലോ. അധികമായിട്ട് സംസ്കൃത പദങ്ങളൊന്നും കുത്തിച്ചേർത്തിട്ടില്ല. എന്താണ്? ലളിതമായിട്ടുള്ള മലയാള പദങ്ങളാണ്. ഒന്ന് രണ്ട് വട്ടം ആവർത്തിച്ച് വായിച്ചാൽ നമുക്ക് അർത്ഥം എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന കാവ്യം തന്നെയാണ് ഭൃംഗസന്ദേശം. ഭൃംഗസന്ദേശം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു. അപ്പൊ I+ന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഇത്തരത്തിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മത്സര പരീക്ഷകൾ UGC നെറ്റ് മലയാളം, HSST, HST മലയാളം, പിന്നെ വരാനിരിക്കുന്ന പരീക്ഷകളാണ്. അതുപോലെ തന്നെ കേരള സെറ്റ് മലയാളം, കേട്ടറ്റ് കാറ്റഗറി 3 മലയാളം പരീക്ഷ. അപ്പൊ തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം തന്നെയുള്ള കോച്ചിങ് I+ൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സുകളും കണ്ടതിന് ശേഷം I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടുകൾ, വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, യൂണിറ്റ് ടെസ്റ്റ്, മൊഡ്യൂൾ ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, മെഗാ ടെസ്റ്റ്, വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളുടെ കൃത്യവും സമഗ്രവുമായിട്ടുള്ള വിശകലനം തുടങ്ങിയവയെല്ലാം തന്നെ I+ന്റെ ക്ലാസ്സുകളുടെ പ്രത്യേകതയാണ്. അപ്പൊ കൃത്യമായിട്ട് മോക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ചേരാവുന്നതാണ്. മോക്ക് ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചോദ്യം കണ്ടിരുന്നു. ഭൃംഗസന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. കവനോദയമാണ് മാസിക. അപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഭൃംഗസന്ദേശത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ഏതാണ്? ശ്രദ്ധര വൃത്തമാണ്. ഭൃംഗസന്ദേശം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1894 ആണ്. ഭൃംഗസന്ദേശത്തിന് വ്യാഖ്യാനം രചിച്ചത് ആരാണ്? CK മൂസദാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സന്ദേശവും വിരഹവും എല്ലാം തന്നെ വെറും സ്വപ്നമായിട്ട് അവശേഷിക്കുന്ന കാവ്യവും ഏതാണ്? ഭൃംഗസന്ദേശമാണ്. എഴുതിയത് ആരാണ്? അപ്പാടെ വീട്ടിൽ രാമനെഴുത്തച്ഛനാണ്. അപ്പൊ ഭൃംഗസന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.